ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൺ വേളിലേക്ക് സ്വാഗതം. കണ്ടില്ലേ, ഇത് ഇഡ്ഡലി അല്ല, വട്ടയപ്പം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇഡ്ഡലി അരിയാണ് അതിന് വേണ്ടത്. ഇഡ്ഡലി അരി നമ്മൾ 1 കപ്പ് ഇഡ്ഡലി അരി എടുത്തിട്ടുണ്ട്. ഞാൻ വലിയൊരു കപ്പിൽ ഇഡ്ഡലി അരി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായി കഴുകി ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. 4 മണിക്കൂറിന് ശേഷം വെള്ളമൊക്കെ അരിച്ചെടുത്ത് 1/2 കപ്പ് തേങ്ങ ചിരവിയത്, 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ വെച്ച് അരി അടിച്ചെടുത്തു. കുറച്ച് തേങ്ങ ഇട്ട് ഇനി ആ കുറച്ച് അതിൽ നിന്ന് ഒരു കയ്യിൽ അരിച്ചെടുത്ത മാവിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വറ്റിച്ച് കുറുക്കി എടുക്കണം. ഇത് കുറുക്കിയെടുത്തത് ഇവിടെ ഇരിക്കട്ടെ, ചൂടാറാനായിട്ട് വെക്കാം. ഈ സമയം ബാക്കിയുള്ള മാവ് അടിച്ചെടുക്കാം. ഇഡ്ഡലി അരിസി ഊറ വെച്ച ഇഡ്ഡലി അരി, നാളികേരം, ഉപ്പ്. നമ്മൾ എടുത്ത ഗ്ലാസ്സിൽ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഈസ്റ്റും കൂടിയും ചേർത്ത് നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന ആ മാവും കൂടിയും ചേർത്ത് അടിച്ചെടുക്കുക. കുറച്ച് ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുക. അതല്ലേ, മാവ് നമുക്ക് ദോശമാവിൻ്റെ ബാറ്റർ പോലെ ആവണം. ഇത് നമ്മൾ ഓവർനൈറ്റ് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. 8 മണിക്കൂറിന് ശേഷം അത് പൊന്തി വന്ന് അതുപോലെ തന്നെ താഴ്ന്നു പോന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചുടാൻ ആവശ്യം, അതായത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ ചുടുന്ന കുട്ടികൾക്കും കൂടി ഞാൻ ചുടാൻ ആവശ്യത്തിൽ വെളിച്ചെണ്ണ വെറ്റി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണ വെറ്റിയിട്ടുണ്ട്. അതിലോട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റിൽ നമ്മൾ ഈ വട്ടയപ്പം കുറച്ച് കട്ടിയാണ് ഉണ്ടാവുക. പ്ലേറ്റിൽ ഒരു 3-4 ടീസ്പൂൺ വട്ടയപ്പം ഒഴിച്ച് ആവി കയറ്റാം. കണ്ട, ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റാൻ വെക്കുക. ഈ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് 2-3 ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. ചെറി ഉണ്ടെങ്കിൽ ചെറി ചേർത്ത് കൊടുക്കാം. അപ്പം അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചതൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അത് മറ്റേ പ്ലേറ്റിൽ നിന്ന് എടുക്കുന്ന വീഡിയോ എൻ്റെ മിസ്സായി പോയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉള്ള വട്ടയപ്പാണ് ഇത്. വെറുതെ കുട്ടികൾക്ക് 4 മണിക്ക് ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ നല്ല ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി ഇതിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്താൽ മാത്രം പോരാ, ആദിലക്ഷ്മി കിച്ചൺ വേൾഡ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും വീട്ടുകാർക്കും എല്ലാവർക്കും കഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ? സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ഫ്രണ്ട്സ്.